നമുക്കിന്ന് ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിൻറ്റേജ് ജേർണൽ നോക്കിയാലോ. അപ്പം ഞാനിവിടെ ആദ്യം എടുത്തിരിക്കണതേ ഒരു ബ്രൗൺ പേപ്പറാണ്. അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കിട്ടുമല്ലോ. അത് ഞാൻ ഇങ്ങനെ ഒന്ന് കീറിയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയേർഡ് ഷീറ്റാണ്. സ്ക്വയേർഡ് ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീറ്റ് എടുക്കാം. A4 ഷീറ്റ് ആയാലും ഓക്കെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് ഒരു കോട്ട് എഴുതി കൊടുക്കാം. സെയിം കോട്ട് തന്നെ വേണമെന്നോ ഒന്നും ഒരു നിർബന്ധമൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എന്ത് വേണമെങ്കിലും എഴുതാം. എല്ലാവർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷനാണ് ജേർണലിങ്ങിന് കുറേ സപ്ലൈസ് വേണ്ടേ, അല്ലാതെ എങ്ങനെ ചെയ്യുക. ജേർണലിങ് ചെയ്യാൻ ജേർണലിങ് സപ്ലൈസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഈ മാഗസിനിൽ നിന്ന് കിട്ടുന്ന ഓരോ കട്ടിങ്സ്, ന്യൂസ് പേപ്പർ കട്ടിങ്സ്, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ജേർണലിങ് ചെയ്തത്. ഒട്ടും തന്നെ കട്ടിങ്സോ ഒട്ടിക്കൽ പരിപാടി ഒന്നുമില്ലാത്ത കുറേ ജേർണൽ ഐഡിയാസൊക്കെ ഉണ്ട്. അങ്ങനത്തെ ജേർണൽ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് സാധനമാണ് മോനെ എൻ്റെ ഫേവറേറ്റ് സാധനം. ഇപ്പോഴാണ് ഞാൻ ഈ സാധനം വാങ്ങുന്നത്. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, അധികം കണ്ടാലും മനസ്സിലാവുമല്ലോ. പിന്നെ ഇതിൽ വരുന്ന കളക്ഷൻസ് ആയിക്കോട്ടെ ഒക്കെ അടിപൊളിയാണ്. ഇതൊരു ജേർണൽ കിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും, ഒരു ജേർണലിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ശരിക്കും ഒരു ബിഗിനർ ഫ്രണ്ട്ലി കിറ്റാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പം ഞാൻ അതിൽ നിന്നൊരു മെമ്മോ പാഡ് എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാലേ, ഞാൻ മുന്നേ ഒരു ഡിസൈൻ അവിടെ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ അത് കുളമായിപ്പോയി. എനിക്കങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന്, പിന്നെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മോ പാഡ് എടുത്തു, അവിടെ വെട്ടി ഒട്ടിച്ച്. കയ്യിൽ പിന്നെ സ്റ്റാമ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കർ എടുത്തിട്ട് അതൊരു വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ വൈറ്റ് ബോർഡർ കാണുന്ന പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് പിന്നെ ഞാനത് അവിടെ അങ്ങോട്ട് ഒട്ടിച്ചു. അതാകുമ്പോൾ പിന്നെ ഒരു സ്റ്റാമ്പിൻ്റെ ഫീലും കിട്ടി. പിന്നെ അവിടെ എനിക്ക് ഭയങ്കര ബ്ലാങ്ക് ആയി കിടക്കണ പോലെ തോന്നി. പിന്നെ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് ഈ പൂവും ഇലകളും കായ്കളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ബുക്കിലൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡ്രൈ ഫ്ലവേഴ്സായി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചൊരു സംഭവമാണിത്. മര്യാദക്ക് അതിൻ്റെ പാട്ടിന് വിട്ടാൽ മതിയായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് അതിൻ്റെ തണ്ട് പിന്നെ കയ്യിലാണ് ഇരിക്കണത്. അപ്പം ഞാനത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പശ തേച്ചായിരുന്നു. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പശ കൂടിപ്പോയി. ഇനിയിപ്പോൾ ഞാനിത് ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അപ്പുറത്തായിട്ട് ഒട്ടി പിടിക്കും. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി പെറ്റൽസ് ഒരു ലീഫ് പോലെ വെച്ചു. നെക്സ്റ്റ് ഞാനിവിടെ കാലിഗ്രാഫിയാണ് കേട്ടോ ചെയ്യുന്നത്. സാറ്റർഡേ എന്നാണ് ഞാൻ എഴുതുന്നത്. പിന്നെ ഇതിന് ബ്രഷ് പെന്നോ അല്ലെങ്കിൽ കാലിഗ്രാഫി പെന്നോ ഒക്കെ വേണമെന്നൊരു നിർബന്ധമൊന്നും ഇല്ല. നമ്മുടെ കയ്യിലുള്ള സ്കെച്ച് പെൻ ആയിക്കോട്ടെ, ട്യൂബ് പെൻ ആയിക്കോട്ടെ, അതുകൊണ്ടൊക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.